മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പള്ളിയുടെ ഒരു പരിപാലനം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി വൃത്തിയാക്കിയിരുന്ന ആ ഒരു സ്ത്രീ അവർ മരണപ്പെട്ടപ്പോൾ അന്വേഷിച്ചതും അവർക്ക് വേണ്ടി നമസ്കരിച്ചതുമൊക്കെ ഈ മിമ്പറിൽ തന്നെ നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. പള്ളി പരിപാലിക്കുന്നത് പുണ്യമാണ് എന്നതുപോലെ പള്ളിയിൽ മാലിന്യങ്ങൾ ഇടുന്നത്, വൃത്തികേടാക്കുന്നത് അത് ഗൗരവമേറിയ വിഷയമാണ്. ഉരിലത്ത് അലയ്യ അഅമാലു ഉമ്മത്തി ഹസനുഹ വസയ്യിഉഹ, എൻ്റെ ഉമ്മത്തിൻ്റെ തെറ്റുകൾ നന്മകൾ അതെനിക്ക് കാണിക്കപ്പെട്ടു, അറിയിക്കപ്പെട്ടു. ഫവജദ്തു ഫീ മഹാസിനി അമാലിഹ അൽ അദാ യുമാതു അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ. വഴിയിലൊരു മരം കിടക്കുന്നുണ്ട്, നമ്മൾ യാത്രയിലാണ്, വാഹനം ഒന്ന് ഒതുക്കി ആ മരം ഒന്ന് റോഡ് സൈഡിലേക്ക് മാറ്റൽ അത് പുണ്യമാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നൊരു കാര്യം അത് വഴിയിൽ നിന്ന് മാറ്റിവെക്കൽ അത് പുണ്യമാണ്. അതുപോലെ തന്നെ ഫവജദ്തു ഫീ മസാവി അഅമാലിഹ അൻനുഹാ തകൂനു ഫിൽ മസ്ജിദി ലാ തുദ്ഫൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി താഴെ മണലാണ്. അന്നത്തെ കാലത്ത് പള്ളിയിൽ വന്ന് ചില ആളുകൾ തുപ്പും, മണലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആ പള്ളിയിൽ തുപ്പുന്നത് എന്നിട്ടത് മണ്ണിടാതെ പോകുന്നത് അത് പാപമായിട്ടാണ്, അത് തെറ്റായിട്ടാണ് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുള്ളത്. പള്ളി വൃത്തിയായി സൂക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ആ മടക്കി വെച്ച പാന്റ് നേരെ പള്ളിയിൽ വന്നിട്ട് അത് അഴിക്കുക, അതിലുള്ള ആ പൊടിയും ചളിയും അത് മുഴുവൻ പള്ളിയിലാക്കുക. പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് നഖത്തിന്റെ വലിപ്പം നോക്കുന്നത്, പിന്നെ ആ നഖം അതിങ്ങനെ ചീന്തി അതിന്റെ കഷ്ണം പള്ളിയിലിടുക, അത് കാർപ്പറ്റിലിട്ട് പോകുക. ഇതെല്ലാം വളരെ ഗൗരവമുള്ള വിഷയമാണ്. പള്ളി വൃത്തിയായി സൂക്ഷിക്കണം. അവിടെ ഒരു മാലിന്യം കണ്ടാൽ അവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഏൽപ്പിച്ചൊരു വ്യക്തിയുണ്ട്, അയാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് അല്ലാഹുവിന്റെ ഭവനമാണ്. നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ചെയ്യാൻ, പള്ളി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാൻ നാം സമയം കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല പള്ളികളിലും ടോയ്ലറ്റുകൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അവിടെ പല ആളുകളും കയറും, പിന്നീട് വൃത്തിയാക്കാതെ അവർ തിരിച്ചു പോകും. അതുകൊണ്ടാണ് ജനങ്ങൾക്കത് തുറന്നു കൊടുക്കണം. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പല ആളുകളും ചിന്തിക്കുന്നു? മലമൂത്ര വിസർജനം നടത്തിയിട്ട് അത് ശുദ്ധിയാക്കാതെ ആ പള്ളി കമ്മിറ്റിക്കാരെയും മറ്റുള്ളവരെയും പിന്നീട് അവിടെ വരുന്നവരെയും എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന ചില ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ലആനൈൻ. ഖാലൂ വമൽ ലആനാനി യാ റസൂലല്ലാഹ്. ശാപം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് കണ്ടാൽ ആളുകൾ ശപിച്ചു പോകും. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യതഖല്ല ഫീ ത്വരീഖിൻ നാസ് ഔ ഫീ ളില്ലിഹിം. ജനങ്ങൾ പോകുന്ന വഴിയിൽ, ജനങ്ങൾ നടക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുക. അതിലൂടെ നടക്കുന്നവർക്ക് ദുർഗന്ധം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. ആ നടന്നു പോകുന്ന ആളുകൾ, ആരാണ് ഇവിടെ ഈ പണി ചെയ്തത്, ആരാണ് ഈ പ്രയാസം ഉണ്ടാക്കിയത് എന്നവരുടെ നാവ് കൊണ്ട് ശാപവാക്കുകൾ പറയും. ഒരു മരത്തണൽ, അതുപോലെ ജനങ്ങളിരിക്കുന്ന ഇടം, അവിടെ മലമൂത്ര വിസർജനം നടത്തിയാൽ ജനങ്ങൾക്കതൊരു പ്രയാസമാണ്, ജനങ്ങൾക്കതൊരു ഉപദ്രവമാണ്. ആ പണി നിങ്ങൾ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പ്രധാനപ്പെട്ടതാണ്, ഒരു പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വൃത്തിയാക്കണം, അത് ശുദ്ധിയാക്കണം. നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ അവിടേക്ക് കയറുമ്പോൾ ഏത് രൂപത്തിലായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ വൃത്തിയാക്കിയിട്ടാണ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങേണ്ടത്. പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അള്ളാഹു തണലേകുന്നൊരു വിഭാഗം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലേകും. അന്ന് മറ്റൊരു തണലില്ല, മറ്റൊരാശ്വാസമില്ല, മറ്റൊരവലംബമില്ല. അതിൽ ഒരു വിഭാഗമാണ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അവന്റെ ഹൃദയം പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്, പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് അവന്റെ ഹൃദയം. വെള്ളിയാഴ്ച രാവിലെ ഒരു പണിയുണ്ടെന്ന് പറഞ്ഞാലേ വെള്ളി രാവിലെ പറ്റൂല, അന്ന് പള്ളി ക്ലീനിങ്ങിന്റെ ദിവസമാണ്. സുബഹി കഴിഞ്ഞാൽ പള്ളി ക്ലീനിങ്ങിന്റെ സമയമാണ്, ഞാൻ പള്ളിയിലാണ് ഉണ്ടാവുക, പള്ളി ക്ലീൻ ചെയ്യലാണ് എന്റെ പണി. യാത്രയിലാണ്, പെരിന്തൽമണ്ണയിലാണ്, അപ്പോഴും ചിന്ത പള്ളിയിൽ മോട്ടർ ഇട്ടിട്ടുണ്ടോ, അവിടെ ഇമാം എത്തിയിട്ടുണ്ടോ, ഖത്തീബ് എത്തിയിട്ടുണ്ടോ, എപ്പോഴും പള്ളി പള്ളി പള്ളി, പള്ളിയെക്കുറിച്ചുള്ള ചിന്ത, പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഹൃദയം, പള്ളിയിൽ സമയം ചിലവഴിക്കാൻ അവർക്കിഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകൾ നാളെ അള്ളാഹു തണലേകുന്നവരാണ്. നമ്മുടെ നാട്ടിലൊരു പള്ളിയുണ്ടെങ്കിൽ ആ പള്ളിയുമായി ഒരു ബന്ധം ഉണ്ടാകണം. നിസ്കാരത്തിന് വരാ, സലാം വീട്ടാ, തിരിച്ചു പോകുക, ഇതെല്ലാം ഒരു മുസ്ലിമിന് പള്ളിയുമായിട്ടുള്ള ബന്ധം. അവൻ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ പള്ളിയിൽ ഇസ്ലാമിന്റെ ഷിആറുകൾ ഉണ്ടാകണം. നല്ല ബാങ്ക്, നല്ല ഖുർആൻ പാരായണം, സ്വഫോടുകൂടെ ചേർന്ന് നിൽക്കുന്ന അണികൾ, ഇതെല്ലാം ഇസ്ലാമിന്റെ ഷിആറുകളാണ്. പല പള്ളികളിലും സങ്കടമാണ്, സ്വഫ് നിൽക്കുന്ന വിഷയത്തിൽ ഒരു ശ്രദ്ധയുമില്ല, ഉണർത്തുന്നില്ല. എത്രയോ അകലങ്ങളിൽ നിന്നുകൊണ്ടാണ് ആളുകൾ നമസ്കരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് പറയും, സവ്വൂ സുഫൂഫക്കും, അതുപോലെ തന്നെ അഖീമു സുഫൂഫക്കും, ഇസ്തവൂ വലാ തഖ്തലിഫൂ, തറാസു, ഇതൊക്കെ ഹദീസിൽ കാണാം. സ്വഫ് ചേർത്തി നിർത്തും, വിടവുകളില്ല എന്ന് ഉറപ്പിക്കും. അണിയായി മുസ്ലിം ഉമ്മത്തിനെ ചേർത്ത് നിർത്തിയിട്ടാണ് നമസ്കാരം. സവ്വൂ സുഫൂഫക്കും ഫഇന്ന തസ്വിയത സ്വഫി മിൻ തമാമി സ്വലാഹ്, നമസ്കാരത്തിന്റെ പൂർണ്ണതയാണത്. പള്ളികളിൽ അങ്ങനെ ശീലിക്കണം. ഇമാമിന്റെ പിറകിൽ നിന്നാണ് സ്വഫ് ആരംഭിക്കേണ്ടത്. ഇമാമ് നിൽക്കുന്നു, ഒരു സ്വഫ് തികഞ്ഞു, പിന്നീട് വരുന്നയാൾ ഇമാമിന്റെ നേരെ പിറകിലാണ്. ചില ആളുകൾ ഒരു മൂലയിൽ പോയി നിൽക്കും. ഇതല്ല, എല്ലാ കാര്യത്തിലും ഇസ്ലാമിന്റെ ആദാബുകൾ, ഇസ്ലാമിന്റെ മര്യാദകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പള്ളി വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്. പള്ളികൾ ഇബാദത്തുകൾ കൊണ്ട് നിറയണം. പള്ളികൾ ദുറൂസുകൾ കൊണ്ട്, വിജ്ഞാനത്തിന്റെ സദസ്സുകൾ കൊണ്ട് പള്ളികൾ നിറയണം. പള്ളികളിൽ വിജ്ഞാനത്തിന്റെ മജ്ലിസുകൾ ഉണ്ടാകണം. പള്ളികളിൽ നമ്മുടെ കുട്ടികൾ ഖുർആൻ പിടിച്ച് ഖുർആൻ ഓതുന്ന, ഖുർആൻ പാരായണം പഠിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അതാണ് ഇസ്ലാമിലെ പള്ളി. അവിടെ നിന്ന് വിജ്ഞാനം പ്രവഹിച്ചു. എങ്ങനെയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ വിജ്ഞാനം എത്തിയത്? ഇബ്നു അബ്ബാസിന്റെ പള്ളിയിലെ മജ്ലിസിലൂടെ, ഇബ്നു ഉമറിന്റെ പള്ളിയിലെ മജ്ലിസിലൂടെ, ഇബ്നു മസ്ഊദിന്റെ വിജ്ഞാനത്തിന്റെ മജ്ലിസിലൂടെ. ഇന്ന് പലപ്പോഴും പല പള്ളികളും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം, പഴയ എല്ലാ മഹല്ലു പള്ളികളും പുതുക്കി പണിയുകയാണ്. പ്രവാസികൾ അത് ഏറ്റെടുക്കുന്നു. മുസ്ലിം സമുദായത്തിന് എല്ലാ നാട്ടിലും വലിയ കൂറ്റൻ പള്ളികളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അവിടെ കാർപ്പറ്റുണ്ട്, AC ഉണ്ട്. ആ പള്ളിയിൽ എന്തു നടക്കുന്നു? 5 വക്ത് നിസ്കാരം, ഒരു ജുമാ ആഴ്ചയിൽ. റമദാനാണ് ശരി, റമദാനില് എല്ലാ തവണയും നടത്തുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ് നടക്കട്ടെ. പിന്നെ ഉദ്ഹിയ്യത്ത്, ഫിത്ർ, സക്കാത്ത്. ഇതിനപ്പുറത്ത് വൈജ്ഞാനികമായി പിറകോട്ടുപോയ വിവരമില്ലാത്ത ഞാനത് ബോധപൂർവമാണ് സംസാരിക്കുന്നത്, മുസ്ലിം സമുദായത്തിലെ ഉമ്മമാർ, മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ, എത്ര ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം അറിയാം? ആ ഒരു സൂറത്തുൽ ഫാത്തിഹയെങ്കിലും ആ മഹല്ലിലുള്ളവർക്ക് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ പള്ളികളിലില്ല. അള്ളാഹുവിന്റെ കലാമിന്റെ അർത്ഥം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ
നമ്മുടെ സമുദായത്തിലെ പള്ളികളിൽ നടക്കുന്നില്ല. കോടികളുടെ പള്ളികളുണ്ട്. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ഒരു ഹദീസ് വായിക്കുന്ന മജ്ലിസുമായി ആ പള്ളികൾക്ക് ബന്ധമില്ല. ആ നാട്ടിലുള്ള നമ്മുടെ മക്കൾ, കൊച്ചു കുരുന്നുകൾ, അവർക്കൊന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ സംവിധാനങ്ങളില്ല. എന്തിനാണ് ഇത്ര വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ? നമുക്ക് പള്ളികളിലൂടെ വിജ്ഞാനം പ്രവഹിക്കണം. അവിടെ നമ്മുടെ ഉമ്മമാർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത് വളരെ ഗൗരവത്തോടുകൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം വൈജ്ഞാനികമായി പിറകിലാണ് ഈ സമുദായം. ശരിയായ അഖീദയും ശരിയായ കർമ്മങ്ങളും പഠിപ്പിക്കാൻ പള്ളികളിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം. മറ്റൊരു വിഷയം, പള്ളികൾ ബിദ്അത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല. പള്ളികൾ അനാചാരങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. ചിലപ്പോൾ കണ്ണുനീര് വന്നുപോകും. മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോൾ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ അതേ പള്ളിയിൽ ഉറൂസ് നടക്കുന്നു. ആ പള്ളിയിൽ സംഗീതം വെച്ചുകൊണ്ട് തുള്ളുന്നു. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമിന്റെ സംഗീതം. ആ സംഗീതം വെച്ചിട്ട് പള്ളിയിൽ തുള്ളാണ്. ആണുണ്ട്, പെണ്ണുണ്ട്. ആനയെ കൊണ്ടുവന്നിരിക്കുന്നു. ചെണ്ടമേളങ്ങൾ, വാദ്യമേളങ്ങൾ. എത്ര പൈസയാണ് പൊടിക്കുന്നത്? മുസ്ലിം വഖഫ് ബോർഡിൽ ആനൊന്നുമില്ലല്ലോ. ഇത് ഓരോന്നും 10,000-ഉം 20,000-ഉം കൊടുത്ത് എഴുന്നള്ളിച്ച് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. ഇത് അല്ലാഹുവിന്റെ ഭവനത്തിന്റെ മുന്നിലാണ് നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അന്ന് അലങ്കരിക്കുകയാണ് പള്ളി മുഴുവൻ. വിളക്കുകൾ കൊണ്ട് അണിയിച്ചൊരുക്കുന്നു, തോരണം തൂക്കുന്നു. അല്ലാഹുവിന്റെ ഭവനത്തിൽ ബിദ്അത്തിനു വേണ്ടി, പുത്തനാചാരങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ നടക്കുമ്പോ, പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ ഭവനത്തിൽ ഈ ബിദ്അത്തും അനാചാരവും നടക്കുമ്പോൾ ഇത് ദീനല്ല എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ? നമുക്കത് കഴിയണം. നമുക്കത് ഗൗരവത്തോടുകൂടെ ഈ സമുദായത്തെ ഉണർത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പള്ളികൾ ഈ രൂപത്തിലുള്ള അനാചാരങ്ങൾക്ക്, ബിദ്അത്തുകൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. അത് തൗഹീദിന് വേണ്ടിയാണ്. ആ തൗഹീദിന് വേണ്ടിയുള്ള ഭവനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇബാദത്തുകൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പള്ളികൾ എളുപ്പം നൽകുന്നതാകണം. യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ എളുപ്പം നൽകണം, ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത്. മുസ്ലിം സമുദായത്തിന്റെ ഏതു കാര്യങ്ങളിലും പള്ളികളിൽ പരിഹാരങ്ങൾ ഉണ്ടാകണം, എളുപ്പങ്ങൾ ഉണ്ടാകണം. പണ്ട് പറയാറുണ്ട്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ പറ്റിയിരുന്നൊരു കാലമുണ്ടായിരുന്നു ഈ സമുദായത്തിന്. മുസ്ലിം സമുദായത്തിൽ ഒരു കുട്ടിക്ക് പട്ടിണിയുണ്ടോ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ പരിഹാരമുള്ള ഒരു കാലവും അതിനൊത്ത ഒരു നേതൃത്വവും ഈ സമുദായത്തിനുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിനൊരു വിധവയുണ്ടെങ്കിൽ ആ വിധവക്കുള്ള പരിഹാരം പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു കാലവും അതിനൊത്ത നേതൃത്വവും ഉണ്ടായിരുന്ന ഒരു കാലം ഈ ഉമ്മത്തിന് കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ പള്ളികൾ മാറണം. ത്വലാഖിന്റെ വിഷയം അത് പോലീസ് സ്റ്റേഷനിൽ പോയാലാണോ തീരുമാനാകേണ്ടത്? നിസ്കാരത്തിൽ മാത്രമാണോ അള്ളാന്റെ ഖുർആനും റസൂലുള്ളാഹിയുടെ ഹദീസും? നോമ്പിന്റെ വിഷയത്തിൽ മാത്രമാണോ ഖുർആനും ഹദീസും? നിക്കാഹിലും ത്വലാഖിലും ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു?
അതിരുന്ന് ആലോചിക്കാൻ, ചർച്ച ചെയ്യാൻ പള്ളിയുമായി ബന്ധമുണ്ടാകണം. അങ്ങനെ പ്രശ്നങ്ങൾ പള്ളികളിൽ പരിഹാരമാകുന്ന, പള്ളികളിൽ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ഇടം കൂടെയാണ് പള്ളികൾ. ഇന്ന് പലപ്പോഴും പല മഹല്ലുകളും അത് പ്രയാസമാക്കി തീർക്കുകയാണ്. കല്യാണം, ആ കല്യാണത്തിന് മഹല്ലിന്റെ 100 കൂട്ടം ന്യായങ്ങൾ. അത് നടത്തണമെന്നുണ്ടെങ്കിൽ നിക്കാഹ് നടന്നാൽ 10,000. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കല്യാണം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. ആരാ റസൂലുള്ളാഹി? ആ മഹല്ലിലെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖാളിയാണ്, ഖത്തീബാണ്, എല്ലാമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി ചോദിക്കണം, അബ്ദുറഹ്മാനെ കല്യാണം കഴിഞ്ഞോ? നബിയെ കല്യാണം കഴിഞ്ഞു. ഔലിം വലൗ ബിശാത്ത്, എന്നാ ഒരു ആടിനറുത്തിട്ട് വലീമ കൊടുക്കട്ടോ. ജാബിർ റളിയല്ലാഹു തന്റെ കല്യാണം കഴിഞ്ഞു. നബി ചോദിക്കാണ്, ജാബിർ ഒരു കല്യാണം കഴിക്കണ്ടേ? നബിയെ കല്യാണം കഴിഞ്ഞു. വിധവയാണോ കന്യകയാണോ? വിധവയാണ് നബിയെ. ഒരു കന്യക പോരായിരുന്നോ? നബിയെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, ചെറിയ സഹോദരിമാരാണ്, പെങ്ങളാണ്. അവരെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പെൺകുട്ടി കൂടെ വന്നാൽ അതിനേക്കാൾ നല്ലത് അവരെ കൂടെ നോക്കാൻ കഴിയുന്ന ഒരു മുതിർന്ന പക്വതയുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ തീരുമാനിച്ചത്. ശരി, മഹലിൽ നിന്ന് പേര് വെട്ടി, ഖാളി അറിഞ്ഞിട്ടില്ല, ഖത്തീബ് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി ഇതുമായൊരു ബന്ധവുമില്ലുണ്ടോ? അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, മദീന എന്ന മഹല്ലിലെ ഖാളി, ഖത്തീബ്, അവിടെ കല്യാണം കഴിഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇന്ന് മരണത്തിന്, കല്യാണത്തിന്, മരിച്ചു കഴിഞ്ഞാൽ 20,000 രൂപ വാങ്ങുന്നവർ, 25,000 രൂപ വാങ്ങുന്നവർ. ഇതെങ്ങനെയാണ് ഈ പൈസ വീതിക്കുന്നത്? നിക്കാഹിന്റെ സമയത്ത് പള്ളിയിൽ 2 ഉസ്താദ് വരും. പ്രാർത്ഥിക്കാൻ ഒരാൾ, നിക്കാഹ് നടത്താൻ ഒരാൾ. പ്രാർത്ഥിക്കുന്നവർക്കൊരു ഫണ്ട്, നിക്കാഹ് നടത്തുന്ന ഒരാൾക്ക് വേറൊരു ഫണ്ട്. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മഹല്ലുണ്ടാക്കിയ ദീനിലൊരു പ്രാർത്ഥന, അള്ളാന്റെ ദീനിലില്ല. അതിന് 2,000. ഒരു മനുഷ്യൻ ഈ നാട്ടിൽ മരണപ്പെട്ടാൽ അത് ഫർളു കിഫയാണ്, സാമൂഹികമായ ബാധ്യതയാണ് ആ മനുഷ്യരെ ഖബറിലേക്ക് ഇറക്കി വെക്കൽ. എത്ര പാവപ്പെട്ടവനാണെങ്കിലും, എത്ര ധനികനാണെങ്കിലും, അതിസമ്പന്നനാണെങ്കിലും ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വമാണത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉമ്മത്ത് കുറ്റക്കാരാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ പൈസ വാങ്ങിയിട്ടല്ല പള്ളിയുടെ മിനാരം കയറ്റേണ്ടത്, പള്ളിയിലെ മിമ്പർ മാറ്റേണ്ടത്, അതുകൊണ്ടല്ല പള്ളി വികസിപ്പിക്കേണ്ടത്. മരണവും കല്യാണവും ഒക്കെ വരുമാനമാക്കി മാറ്റുന്നവർ, അനാവശ്യമായ പണം വെച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ പ്രയാസപ്പെടുത്തുന്നവർ. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാകണം. ഇസ്ലാമിലെ കല്യാണം എളുപ്പമാണ്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണാനന്തര കർമ്മങ്ങൾ എളുപ്പമാണ്. അവിടെ സാമ്പത്തിക വാരാലോചിച്ച് തലയിൽ കൈവെക്കേണ്ട ഒരു അവസ്ഥയില്ല. ഒരു നാടിനെ പറ്റി പഠിച്ചപ്പോ ആ നാട്ടിലുള്ളൊരു സിസ്റ്റം, അവിടെയുള്ള ഗൾഫുകാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഈ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മരണപ്പെട്ട വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങേണ്ടതില്ല. അത് അവരെല്ലാവരും കൂടെ എടുത്ത് ആ നാട്ടിൽ അത് നടക്കും. മരണപ്പെട്ട കുടുംബത്തിന് അന്ന് ആ പൈസ കൂടലും ആ ബില്ലടക്കലും അതിന്റെ ഓട്ടവും ആ തിരക്കുമല്ല, അവർ ദുഃഖത്തിലാണ്. അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് മടങ്ങാം. അതിന്റെ ഉത്തരവാദിത്വം ആ നാട്ടിലുള്ള ധനികർ, ആ മഹല്ലേറ്റെടുത്തു. എത്ര നല്ലൊരു മാതൃക! ഞാൻ പറയുന്നത് അങ്ങനെ കുറച്ച് ചിന്തകൾക്ക്, അങ്ങനെ കുറച്ച് ആലോചനകൾക്ക്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാപണ്ഡിതൻ നടന്നു പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് ഈ ഉമ്മത്തിലെ പുരുഷന്മാർ, നേതാക്കന്മാർ? അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉണ്ടായിരുന്നു, ഇന്നെല്ലാം ഖബറിലാണ്, മണ്ണിനടിയിലാണ്. അങ്ങനെ കുറച്ച് ചിന്തകളും, അങ്ങനെ ഈ സമുദായത്തിന്റെ സങ്കടങ്ങളും വേദനകളും അറിഞ്ഞ് പള്ളിയിൽ പോയി പറയാൻ കഴിയും എന്നതൊരാഗ്രഹമാകണം, ഒരു സ്വപ്നമാകണം. അങ്ങനെ പള്ളി ഉയരണം,
അങ്ങനെ മഹല്ലുകൾ ഉയരണം. ആ രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പള്ളിയുമായി ഒരു ബന്ധം ചേർത്തു വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.